2019 ഒക്ടോബർ മാസത്തിന്റെ തുടക്കത്തിലാണ് ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ റെനോ കിഡ് ഫേസ് ലിഫ്റ്റിനെ വിപണിയിൽ അവതരിപ്പിക്കുന്നത്. 2.83 ലക്ഷം രൂപയാണ് പുതിയ ഹാഷ്ബാക്കിന്റെ വിപണിയിലെ വില. 8 വകഭേദങ്ങളിലാണ് വാഹനം വിപണിയിൽ എത്തുന്നത്. അതിനോടൊപ്പം 0.8 ലിറ്റർ, 1 ലിറ്റർ പെട്രോൾ എന്നിങ്ങനെ 2 എഞ്ചിൻ ഓപ്ഷനും കമ്പനി നൽകിയിട്ടുണ്ട്. വിപണിയിൽ എത്തിയതു മുതൽ റെനോയുടെ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള ഒരു വാഹനം കൂടിയാണ് കിഡ്. ഫേസ് ലിഫ്റ്റ് പതിപ്പിലൂടെ വിൽപ്പന ഇനിയും ഉയർത്താം എന്നു തന്നെയാണ് കമ്പനിയുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്നതാണ് പുതിയ പതിപ്പിന്റെ ഡിസൈൻ ശൈലി പോലും. ഒരു ഹാഷ്ബാക്ക് വാഹനമാണെങ്കിൽ കൂടിയും ഒറ്റ നോട്ടത്തിൽ ഒരു SUV ലുക്ക് സമ്മാനിക്കാൻ വാഹനത്തിന് സാധിക്കും. പഴയ പതിപ്പിൽ നിന്നും പുതിയ പതിപ്പിലേക്ക് വരുമ്പോൾ മുൻവശത്തെ ഡിസൈനിൽ വന്നിരിക്കുന്ന മാറ്റം അമ്പരപ്പെടുത്തുന്നതാണ്. ദൂരെ നിന്ന് നോക്കിയാൽ ഒരു SUV വരുന്നതായി തോന്നും. അതുതന്നെയായിരുന്നു ഡിസൈനിൽ കമ്പനി ലക്ഷ്യം വെച്ചിരുന്നതെന്നും വേണം പറയാൻ. കുറഞ്ഞ വിലയിൽ വലിയൊരു കാർ എന്നതാണ് ഒന്നാമത്തെ വശം. വലിപ്പം കൊണ്ടല്ല കമ്പനി ഇവിടെ വലിയ കാർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. കുറഞ്ഞ വിലയിൽ കൂടുതൽ ഫീച്ചറുകൾ, സവിശേഷതകൾ, അതും ഈ വിഭാഗത്തിൽ മറ്റു നിർമ്മാതാക്കൾ ഉൾപ്പെടുത്താത്ത പല ഫീച്ചറുകളും വാഹനത്തിൽ കാണാൻ സാധിക്കും. MG ഹെക്ടറിലും ടാറ്റ ഹാരിയറിലും കണ്ട സ്പ്ലിറ്റ് ഹെഡ്ലാമ്പുകളാണ് വാഹനത്തിന്റെ മുൻവശത്തെ കൂടുതൽ മനോഹരമാക്കുന്നത്. പഴയ പതിപ്പിൽ ഹെഡ്ലാമ്പുകളുടെ സ്ഥാനത്ത് ഇത്തവണ LED ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. വാഹനത്തിന് SUV പ്രതിച്ഛായ കൂട്ടുവാനായി മുൻബമ്പറിൽ ഫോക്സ്ഡ് സ്കിഡ് പ്ലേറ്റും മറ്റു ചില്ലറ മിനുക്കുപണികളും കമ്പനി നൽകിയിരിക്കുന്നതായി കാണാം. 14 ഇഞ്ചിന്റെ അലോയ് വീലുകൾ നൽകിയാണ് കിഡിന്റെ വശങ്ങളെ റെനോ അലങ്കരിച്ചിരിക്കുന്നത്. 184 mm ഒട്ടും മോശമല്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസും വാഹനത്തിന് നൽകിയിട്ടുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഡിസൈനിൽ മാത്രമല്ല ഫീച്ചറുകളിലും സമ്പന്നനാണ് കിഡ്. റെനോ ട്രൈബർ MPVയിൽ കണ്ട 8 ഇഞ്ചിന്റെ വലിയ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് കിഡിനും. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള ആധുനിക കണക്ടിവിറ്റി സംവിധാനത്തോടു കൂടിയാണിത്. ടാക്കോമീറ്ററോട് കൂടിയ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ട്രൈബറിൽ നിന്നും കടം കൊണ്ടതാണ്. ലെതർ ആവരണമുള്ള സ്റ്റിയറിംഗ് വീലും 2 നിറങ്ങളിലുള്ള സീറ്റുകളുമാണ് കിഡിന്റെ ഇന്റീരിയറിനെ സമ്പന്നമാക്കുന്നത്. കുറഞ്ഞ വിലയാണെങ്കിൽ പോലും സുരക്ഷാ സംവിധാനങ്ങളും വാഹനത്തിന്റെ സവിശേഷതയാണ്. ഇത്രയുമൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങൾ വാഹനത്തെ പിന്നോട്ട് മാറ്റി നിർത്തും. പുതിയ ഫേസ് ലിഫ്റ്റ് കിഡിന്റെ എഞ്ചിനുകൾ BS6 പതിപ്പിലേക്ക് മാറ്റിയിട്ടില്ലെന്നതാണ് ഒരു പ്രത്യേകത. ഇരു എഞ്ചിനുകളും BS5 തന്നെയാണ്. 2020 ഏപ്രിൽ 1 മുതൽ BS6 എഞ്ചിനുകൾ വാഹനങ്ങൾക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു പതിപ്പിനെ കൂടി കമ്പനി വിപണിയിൽ അവതരിപ്പിച്ചേക്കാം. അതുപോലെ തന്നെ 1 ലിറ്റർ RXT ക്ലൈബർ വകഭേദങ്ങളിൽ മാത്രമാണ് കമ്പനി പാസഞ്ചർ എയർബാഗും പിന്നിൽ പവർ വിൻഡോയും ലഭിക്കുകയുള്ളൂ. 8 വകഭേദങ്ങളിലാണ് വാഹനം വിപണിയിൽ എത്തുന്നത്. മാനുവൽ ആയാലും AMT ആയാലും 1 ലിറ്റർ RXT വകഭേദം തന്നെയാണ് ഏറ്റവും നല്ലത്. കമ്പനി വാഗ്ദാനം ചെയ്യുന്ന എല്ലാ ഫീച്ചറുകളും ഈ വകഭേദത്തിൽ ലഭ്യമാണ്. AMT പതിപ്പിനോടൊപ്പം ട്രാഫിക് അസിസ്റ്റ് മോഡും ലഭിക്കും. 0.8 ലിറ്റർ, 1 ലിറ്റർ പെട്രോൾ എഞ്ചിനുകളാണ് കിഡിലുമുള്ളത്. 0.8 ലിറ്റർ എഞ്ചിൻ 799 cc-യിൽ 53 bhp പവറും 72 Nm ടോർക്കും സൃഷ്ടിക്കും. 1 ലിറ്റർ എഞ്ചിൻ 67 bhp പവറും 91 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 5 സ്പീഡ് മാനുവൽ AMT ആണ് ട്രാൻസ്മിഷൻ. മാരുതി സുസുക്കി അടുത്തിടെ പുറത്തിറക്കിയ എസ്പ്രസോ തന്നെയാണ് കിഡിന്റെ മുഖ്യ എതിരാളി. ഡാറ്റ്സൺ റെഡിഗോ, മാരുതി സുസുക്കി ആൾട്ടോ K10 എന്നിവരും കിഡിന് എതിരാളികളാകും. ഡീലർഷിപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ 5000 രൂപ നൽകി ഉപഭോക്താക്കൾക്ക് വാഹനം ബുക്ക് ചെയ്യാൻ സാധിക്കും.